ബ്രാഹ്മിൺ പെൺകുട്ടിക്ക് ലവ് ജിഹാദിന് 5 ലക്ഷം, നായർ പെൺകുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് 4 ലക്ഷം. ഇങ്ങനെ വ്യത്യസ്ത സമുദായത്തിന് വ്യത്യസ്ത ലക്ഷങ്ങളാണ് എന്നാണ് നമ്മുടെ ഷോൺ ജോർജ് പറയുന്നത്. ഷോൺ എൻ്റെ അടുത്ത സുഹൃത്താണ്, സഹോദര തുല്യനാണ്. ഞാനടക്കം ശബരിമല പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായപ്പോൾ വീണ്ടും ഷോണിന്റെ അഡ്വക്കേറ്റ് കോട്ടണിഞ്ഞ് എന്നെ അടക്കം ഇറക്കാൻ വന്ന ആളാണ്. ഷോണിനോട് വളരെ സ്നേഹത്തോടെ, ഷോൺ ശരിക്കും ജെനുവിൻലി ഇത് വിശ്വസിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഷോൺ ഇങ്ങനെ പറയുന്നത്. ഷോണിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ശരിയല്ലെന്നും ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നത് ആരാണെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും കൂടി ഞാൻ വ്യക്തമാക്കാം. അതോടൊപ്പം ശരിക്കും ബ്രാഹ്മണ പെൺകുട്ടികളുടെ കല്യാണം അവർക്ക് അതിനുള്ള ചലഞ്ചസ് എന്താണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിക്കും നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ, നായർ പെൺകുട്ടികൾ അടക്കം അനുഭവിക്കുന്ന ചലഞ്ചുകൾ എന്താണ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. ഇതൊക്കെ കേരളം കണ്ട കാര്യമാണ്. എന്റെ പ്രശ്നം എന്താ അറിയോ ഷോൺജി, ഇത് ഒന്ന് ഞാൻ ഈ ബാക്കി സമുദായങ്ങളുടെ കാര്യം പറഞ്ഞതേ അങ്ങനെ ഒരു നമ്പർ വെച്ച് പറയുന്നത് തന്നെ മോശമാണ്. കാര്യം എല്ലാ പെൺകുട്ടികളും ഒരേപോലെ വാല്യൂ ഉള്ളവരാണ്. അതിന് പ്രത്യേകിച്ച് ജാതിയുടെ സമുദായത്തിന്റെ കണക്കിന് റേറ്റ് കാർഡൊന്നും തിരിച്ചിട്ടില്ല. ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നവർ നമ്മുടെ തീവ്ര വലതുപക്ഷ സുഹൃത്തുക്കളാണ്, എനിക്കറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പ്രൊപ്പഗാൻഡയുടെ ആദ്യ കാലം മുതൽ പല ഇത്തരം പ്രൊപ്പഗാൻഡയുടെ എലിമെന്റ്സും ചെയ്യുന്നവരെ വ്യക്തിപരമായി അറിയാം. അവരെ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറെ പേര് നന്നായിട്ടുണ്ട്. ഇതൊരു പ്രൊപ്പഗാൻഡ സ്വഭാവമാണ്. പ്രൊപ്പഗാൻഡ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെയും മുസ്ലിം യുവാക്കളെയും മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഒരു വളഞ്ഞ വഴി. എന്നിട്ട് ഷോണിന്റെ നന്മ കൊണ്ട് ഒരുപക്ഷെ ഷോണിന്റെ ബാലൻസ്, ഷോണിന്റെ യൂസഫ് എന്നൊരു സുഹൃത്ത്, അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നാസി ജർമ്മനിയിലടക്കം ഉണ്ടാകുന്ന ഒരു പ്രൊപ്പഗാൻഡയാണ്. അതായത് ഏതെങ്കിലും ഒരു സമുദായത്തെ അപരവൽക്കരിക്കാനോ അരികുവൽക്കരിക്കാനോ വേണ്ടി ചെയ്യുന്ന ബോധപൂർവമായ ശ്രമം. ശ്രീ ഷോൺ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഇങ്ങനെ ഒരു റേറ്റ് കാർഡ് എഴുതിയിരിക്കൂ, ഒരു റേറ്റ് കാർഡ് എഴുതി വെച്ചത്, അങ്ങനെ റേറ്റ് കാർഡ് എഴുതി വെച്ച് നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ബ്രാഹ്മൺ പെൺകുട്ടികളെ വളയ്ക്കൂ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ. നിങ്ങൾ ക്രിസ്ത്യാനി പെൺകുട്ടിയെ വളയ്ക്കൂ, നിങ്ങൾക്ക് 4 ലക്ഷം രൂപ. നിങ്ങൾ ഇന്ന സമുദായത്തിലെ പെൺകുട്ടികളെ വളയ്ക്കൂ, നിങ്ങൾക്ക് ഇത്രയും കാശ് കിട്ടുമെന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എന്നാണോ പ്രിയപ്പെട്ട ഷോൺ കരുതുന്നത്? അവിടെയാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാർ, സൈബർ ലോകത്ത് ഇടപെടുന്നവർ ഷോണിനെയും ഷോണിന്റെ ഭാര്യ പാർവതിയെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് ഇതിന് പ്രതികരണം ചെയ്യാറുണ്ട്. അതല്ലാതെ വേണ്ടത് ഷോണിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, പാർവതിയെ അധിക്ഷേപിക്കുക. ഷോണും പാർവതിയും ഒക്കെ ഒരുപാട് കാലത്തെ അടുത്ത സുഹൃത്തുക്കളാണ്, ഏറ്റവും നല്ല ഫാമിലീസിലൊന്നാണ്. ഷോൺ ഈ പറയുന്ന രാഷ്ട്രീയ നെറേറ്റീവിനോട് എതിർപ്പുണ്ട്. ആ നെറേറ്റീവിനെ നമുക്ക് എതിർക്കാം. ഷോൺ എന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട്, ശ്രീമതി പാർവതിയെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീ PC ജോർജിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ പറയുന്ന നിലപാടുകളെ എതിർക്കാം. അവിടെയാണ് നമുക്ക് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കണം, ആൾക്കാരുടെ പോസിറ്റീവ് നിലപാടുകളെ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം അവർ പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമുക്ക് എതിർക്കാനും കഴിയണം. ശ്രീ ഷോണിന് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾ കൂടിയാണ്, BJPയുടെ ഉന്നതമായ ബോഡികളിലൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ, ഇപ്പൊ ഷോണും ഇത് വിശ്വസിച്ചു പോയതായിരിക്കും കേട്ടോ, തീവ്ര വലതുപക്ഷത്തെ ഈ ഗോഡ്സേവാദികളായ ചില ആൾക്കാർ ബോധപൂർവം ഒരു അജണ്ട നിർമ്മിച്ച് ഒരു മുസ്ലിം ശത്രുവിനെ, ഇല്ലാത്ത മുസ്ലിം ശത്രുവിനെ വിഭാവനം ചെയ്ത് ഇതിലൂടെ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഞാൻ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ശരിക്കും പ്രവർത്തിക്കുന്നതാണ്. ഹിന്ദുക്കളുടെ ഇടയിലുള്ള ശരിക്കുള്ള വിഷയങ്ങളായ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ, മദ്യപാനത്തിന്റെ തകർച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രങ്ങൾ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ. ഇനിയും ബ്രാഹ്മണ പെൺകുട്ടികളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ അറിയോ? ബ്രാഹ്മണ പെൺകുട്ടികളുടെ ശരിക്കുള്ള പ്രശ്നം, ബ്രാഹ്മണ പെൺകുട്ടികൾ വെൽ എഡ്യൂക്കേറ്റഡ് ആകുന്നു. ബ്രാഹ്മൺ പിള്ളേർ ചെറിയ പ്രായത്തിലെ മുട്ടുശാന്തിക്കോ അല്ലെങ്കിൽ ശാന്തി അമ്പലവൃത്തിക്കോ പോയി നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആകുന്നില്ല. 10ഉം 12ഉം ഒക്കെ കഴിയുമ്പോൾ നിർത്തുന്നു. പല പെൺകുട്ടികൾക്കും ക്വാളിഫൈഡ് ആയ ആൺകുട്ടികളെ, നമ്പൂതിരി പയ്യന്മാരെ കിട്ടുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. തത്തുല്യമായി നമ്പൂതിരി പയ്യന്മാർക്ക് വേണ്ട രീതി ഹൈ ക്വാളിഫിക്കേഷനും മറ്റും ഇല്ലാത്തവർക്ക് അവരെക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് പല പെൺകുട്ടികളും. അവർക്ക് കല്യാണം നടക്കുന്നില്ല, കല്യാണം വളരെ ലേറ്റ് ആവുന്നു. ഒരു കുട്ടിയൊക്കെ മാത്രമാണ് ബ്രാഹ്മൺ ഫാമിലീസിൽ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം. ഇത് തന്നെ നായർക്കും നസ്രാണിക്കും ഉണ്ട്. അതായത് ഹിന്ദു വിഭാഗങ്ങളിലെ ഫെർട്ടിലിറ്റി റേറ്റ്, ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടിയുടെ റേറ്റ് ഏകദേശം 1.3 ആണ്. അങ്ങയുടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ PC ജോർജ് സാറും നമ്മുടെ ഷോൺ ജോർജും ഒക്കെ ഉള്ള സമുദായത്തിൽ ഏകദേശം 1.6 to 1.8 ആണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് അത് പെർഫെക്റ്റ്ലി നോർമലും ഹെൽത്തിയുമാണ്. അത് 2.5 to 2.7 ആണ്. അതായത് ഒരു ഹിന്ദു അമ്മയുടെ വയറ്റിൽ 1.2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ജനിക്കുമ്പോൾ, 1.3 കുട്ടികൾ ജനിക്കുമ്പോൾ, ഒരു കണക്കാണ്. അതായത് 10 ആൾക്കാർക്ക് 13 മക്കൾ എന്ന കണക്കിനാണ്. ഒരു 10 ക്രിസ്ത്യൻ അമ്മമാർക്ക്
16 കുട്ടികൾ ജനിക്കുമ്പോൾ 10 മുസ്ലിം ഉമ്മമാർക്ക് 25 കുട്ടികൾ ജനിക്കുന്നു. ഇതാണ് അതിലെ കണക്ക്. ഇതൊക്കെയാണ്, അതായത് എല്ലാവർക്കും നമ്മുടെ ജനസംഖ്യാ കണക്ക് പ്രകാരം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും ഒക്കെ പറയുന്ന കണക്ക് പ്രകാരം എല്ലാ വീട്ടിലും 2.1 കുട്ടികൾ വേണം, അല്ലെങ്കിൽ 2.1 കുട്ടികൾ വേണം. ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. ഞങ്ങളുടെ ഇടയിലുള്ള ആത്മഹത്യ, മദ്യപാനം, സമൂഹത്തിൽ ഐക്യമില്ലായ്മ, ആത്മീയ പഠനക്കുറവ്, കുടുംബഛിദ്രം, ഡിവോഴ്സുകൾ, ഹൈ റേറ്റ് ഓഫ് ഡിവോഴ്സുകൾ, പ്രായമായവരെ ശ്രദ്ധിക്കുന്നില്ല, വേണ്ട രീതി ബിസിനസ് ചെയ്യുന്നതിനുള്ള കഴിവ് ഹിന്ദുക്കൾക്കില്ല. ഈ വിഷയങ്ങളൊന്നും BJPയോ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ സംഘടനകളോ അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മുടെ ശരിയായ വിഷയങ്ങൾ ഇതാണ്. ഇതില്ലാതെ വളഞ്ഞ വഴിയിലൂടെ എത്രയും എളുപ്പം ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നായിരുന്നു, ഇപ്പൊ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം ഉണ്ടാക്കാം. മുസ്ലിം ശത്രുവിനെ നിർമ്മിച്ചെന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ അബദ്ധവും തെറ്റും. ആ വഴി വിജയിക്കുകയും വരുത്, വിജയിക്കുകയുമില്ല. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദുക്കൾ ഈസിയായിട്ട് ദേ വിൽ സീ ത്രൂ ഇതൊരു വെറും അജണ്ട മാത്രമാണെന്ന് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് അജണ്ടയിലൂടെ പോകണം. യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം എന്താ? നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത്, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്ത് നമ്മുടെ ജനസംഖ്യ ഭയങ്കരമായിട്ട് കുറയുന്നു. മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല, മലപ്പുറമാണ് നോർമൽ ആൻഡ് ഹെൽത്തി. പത്തനംതിട്ടയാണ് പ്രശ്നം, തിരുവിതാംകൂറിലാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ നടത്തുന്നത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്താണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ കുറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്താണ്. അങ്ങനെ ഒരു തകർച്ചയിലാണ് നമ്മുടെ പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങൾ, കുമ്മനാട് അടക്കമുള്ള സ്ഥലങ്ങൾ ജനസംഖ്യാ തകർച്ചയിലാണ്. ഇത്തരം സീരിയസ് ആയ വിഷയങ്ങളൊക്കെ നമ്മുടെ ഒരു പാർട്ടികളും കൈകാര്യം ചെയ്യാറില്ല. കോൺഗ്രസോ CPMോ കൈകാര്യം ചെയ്യില്ലെന്ന് തന്നെ വെക്കാം. എന്തുകൊണ്ടാണ് BJP കൈകാര്യം ചെയ്യാത്തത്? ഇത്രയും ബുദ്ധിമുട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് മെനക്കേടാണ്. പലതവണ പറയണം, ആൾക്കാരെ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കണം, ഡേറ്റ കാണിക്കണം. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് വളഞ്ഞ വഴി നമ്മുടെ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകണേ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകണേ, മുസ്ലിം ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോകണേ എന്ന് പറയുന്ന നറേറ്റീവ് ആത്മാർത്ഥതയില്ലാത്തതാണ്, ആഴമില്ലാത്തതാണ്, ഗുണവുമില്ലാത്തതാണ്. അതുകൊണ്ട് ശ്രീ ഷോൺ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രാഹ്മണ, നായർ, നസ്രാണി, ഈഴവ, പുലയ, അല്ലെങ്കിൽ ക്ഷത്രിയ, പിന്നെ വൈശ്യ, പിന്നെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളും ദൈവം നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നതാണ്. അമ്മമാർ അല്ലെങ്കിൽ കുടുംബത്തിന്റെ, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, ജോലി വേണം, കുടുംബത്തിന്റെ ഭാഗമാകണം, കുട്ടികളാകണം. പക്ഷേ അവർക്ക് നമ്മളായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ട് ഈ ഇല്ലാത്തൊരു റേറ്റ് കാർഡൊന്നും നമ്മൾ ഇടേണ്ട കാര്യമില്ല. പകരം യഥാർത്ഥത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങളും കൂടെ ശ്രീ ഷോണിനെ പോലുള്ള വളർന്നു വരുന്ന നേതാക്കളെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കൾ അടക്കമുള്ളവർക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും കേരള സമൂഹത്തിന്റെയും ലീഡർഷിപ്പിലേക്ക് ഒരാൾക്ക് വലിയ സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ജെനുവിൻ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ആ ജെനുവിൻ വിഷയങ്ങളിലേക്ക് വരണം. ഇല്ലാത്ത മുസ്ലിം ശത്രുവിനെ നമ്മൾ വിഭാവനം ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവരും നമ്മുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ നായാടി മുതൽ നസ്രാണി മുതൽ നമ്പൂതിരി മുതൽ ക്ഷത്രിയൻ മുതൽ മുസ്ലിം മുതൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നമുക്ക് മുന്നേറാനാകട്ടെ. ജയ് ഹിന്ദ്.